അപ്പൊ നമുക്ക് കുറെ ആളുകൾക്ക് നിലവിൽ SIR ഫോമുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സംശയങ്ങൾ കുറെയൊക്കെ ധ്രുവീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയും അതേപോലെ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നിലവിൽ നമ്മൾ SIR എന്താന്നുള്ള ജസ്റ്റ് നമുക്കൊന്ന് അറിവുണ്ടായിരിക്കണം. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ നമ്മളെ വോട്ടർ പട്ടിക എന്ത് ചെയ്യാണ് ഒന്നും കൂടെ തീവ്രമായിട്ട് നോക്കിയിട്ട് ഇതിന്റെ വേണ്ട കുറ്റങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളും ഡിലീഷനും ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൃത്യമാക്കാവുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ശരിക്കും ഭരണഘടന ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ ഒരുപാട് അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ അവകാശങ്ങൾ പെട്ടതാണ് ശരിക്കും ഇത്. അതേപോലെ തന്നെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, അതിന്റെ അകത്ത് 21-ാം വകുപ്പ്. അപ്പൊ ഇതിൽ രണ്ടിലുമാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ടോറൽ റോള് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷന് അവകാശം കൊടുക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മളിത് ഫില്ല് ചെയ്യേണ്ടതെന്ന് മാത്രം ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം. അപ്പൊ അതിനുള്ള ഫോമാണ് ഇപ്പൊ നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പം ഇതിന്റെ അകത്ത് ആദ്യം തന്നെ ആരാണോ വ്യക്തി എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഉണ്ടാകും. ആ പേര് ഇവിടെ ഉണ്ടാകും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് ആ പേര് വരിക. പിന്നെ രണ്ടാമത്തെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ ക്രമ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് നോക്കുക. പിന്നെ നമ്മുടെ ഫോട്ടോ, പരമാവധി നമ്മളെ ഫോട്ടോ എപ്പോഴും പഴയ ഫോട്ടോ ആയിരിക്കും. ആ സമയത്തൊക്കെ ഉള്ള ഫോട്ടോ ആയതുകൊണ്ടായിരിക്കും നമ്മളെ 18-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 20-ാമത്തെ വയസ്സിലൊക്കെ കൊടുത്ത ഫോട്ടോ ആയിരിക്കും ഇതിലുണ്ടാവുക. അപ്പൊ ആ ഫോട്ടോ മാറ്റി ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ചെയ്ത ഫോട്ടോ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക. അതാണ് ഇതിന്റെ അകത്തുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവം ഫില്ല് ചെയ്യാം. നമ്മൾ ഇതിന്റെ അകത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയെന്ന് കരുതിയിട്ട് നമ്മൾ പുറത്തു പോകാനും പോകുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ കൂടുതൽ പേടിയോട് കൂടെ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്തായിരിക്കും ഒരുപാട് തെറ്റുകളും മറ്റൊക്കെ വരാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ വളരെ കാമായിട്ട് പരമാവധി എന്ത് ചെയ്യുക, ഇപ്പം 2 കോപ്പിയാണല്ലോ നിങ്ങൾക്ക് തരിക. ആ 2 കോപ്പി നിങ്ങൾ അത് കൂടാതെ ഒരു കോപ്പിയും കൂടെ എടുത്തു വെക്കുക. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നോക്കുക നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഇവിടെ എഴുതിയിട്ടുള്ള ജനന തീയതിയാണ്. നമ്മൾ ഏത് ഇതിലാണോ ജനിച്ചത് ആ തീയതി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ഒരു കോമൺ 28/4/1998 ഇത് എഴുതിയെന്ന് വിചാരിക്കാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഞാൻ അവിടെ എഴുതേണ്ടത്. ഓക്കെ, ദെൻ രണ്ടാമത്തിൽ ആധാർ നമ്പർ. ആധാർ നമ്പർ നിർബന്ധമായിട്ടും എഴുതണം എന്നില്ല, ഓപ്ഷണൽ ആണ്. അറിയുന്നവര് പറ്റുന്നവര് എഴുതാം. ഞാൻ ജസ്റ്റ് ഒരു നമ്പർ എഴുതുന്നു, 16 22 21 34 31 32 36. അതായത് നമ്പറാണ്, എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ വെറുതെ എഴുതിയതാണ്. അപ്പൊ ആധാർ നമ്പർ നമ്മൾ ഇവിടെ എഴുതി. ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആണ് പിന്നീട് എഴുതേണ്ടത്. 10 മൊബൈൽ നമ്പർ. നമ്മുടെ മൊബൈൽ നമ്പർ 99 47 58 58 23. ജസ്റ്റ് ഇങ്ങനെ ഒരു നമ്പർ കിട്ടി നമ്മളത് എഴുതി. പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര്. നമ്മുടെ പിതാവിന്റെ പേര് എന്താണോ ആ പേരാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അത് പിതാവിന്റെ ID കാർഡിന്റെ അകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ID കാർഡിന്റെ അകത്തുള്ളത് എഴുതാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടത്. ദെൻ അടുത്തത് പിതാവിന്റെ എപ്പിക് നമ്പർ. എപ്പിക് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റി കാർഡ്, വോട്ടർ ഐഡന്റി കാർഡിലുള്ള നമ്പർ ആയിരിക്കും. അപ്പൊ നമ്മളുടെയൊക്കെ തുടങ്ങുന്നത് പുതിയ കാലത്തുള്ള ആളുകളുടെയൊക്കെ തുടങ്ങുന്ന XN എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്ഷരങ്ങളൊക്കെ ആയിട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള എപ്പിക് നമ്പറുകൾ അവിടെ എഴുതാം. അപ്പൊ ഇതാണ് ആ കോളം, എപ്പിക് നമ്പർ എഴുതാനുള്ളതാണ് ആ കോളം. ദെൻ പിന്നെ മാതാവിന്റെ പേര്, ആരാണോ മാതാവ് അവരുടെ പേര് എഴുതാം. അപ്പൊ മാതാവിന്റെ പേരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ടത്. ദെൻ മാതാവിന്റെ എപ്പിക് നമ്പർ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ നമ്മൾ എഴുതാം. എപ്പിക് നമ്പർ നമ്മൾ എന്ത് ചെയ്യാം, എഴുതാം. ദെൻ അതിനുശേഷം പങ്കാളിയുടെ പേര്. അപ്പൊ ഇതിൽ നമ്മൾ കുറെ കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ എന്ത് ചെയ്യാം, ആ പങ്കാളിയുടെ പേര് എന്താണോ അത് എഴുതാം. പങ്കാളിക്ക് ഇതേപോലെ വോട്ടറിന്റെ ഐഡന്റി കാർഡിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അതും ചെയ്യാം അതിന്റെ അകത്ത്. ഇതാണ് ഫസ്റ്റ് കോളം. ഈ ഫസ്റ്റ് കോളം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏകദേശം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉള്ളത് അടുത്ത രണ്ടാമത്തെ കോളമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത കോളം. അപ്പൊ ഈ കോളമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2002 അതായത് കേരളത്തിൽ അവസാനമായിട്ട് SIR എടുത്തിട്ടുള്ളത് 2002 ഈ 2002 പേരുള്ള ആളുകളാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തു, ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള 1998 ഞാൻ ഒരിക്കലും 2002 വോട്ടർ പട്ടികയിൽ എന്റെ പേരുണ്ടാവില്ല, ഉണ്ടാവില്ലല്ലോ, 100% ഉറപ്പാണ്. അപ്പൊ നമ്മളെ പേരുണ്ടെങ്കിൽ മാത്രം ഇവിടെ എഴുതിയാൽ മതി.
അപ്പൊ നമ്മുടെ വീട്ടിലുള്ള രക്ഷിതാക്കളെ പേര് ചിലപ്പോൾ ഒരു പക്ഷെ എന്ത് ചെയ്യും ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ അവരാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അതല്ലാത്ത ആളുകൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്നും കൂടെ ഉറപ്പുവരുത്താം. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ആദ്യം വോട്ടറുടെ പേര്. അപ്പൊ ഇതിൽ ആദ്യം 2002 നമ്മുടെ പേരുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നേരെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് കാണും. അതാണ് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ്. സൈറ്റ് കൃത്യമായിട്ട് ഇതിന്റെ അകത്തുണ്ട്. കേരള ഗവൺമെന്റ് വോട്ടർ സെർച്ച് അടിച്ചാൽ തന്നെ സാധനം കിട്ടും. ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും അതിന്റെ അകത്ത് വരിക. അപ്പൊ ഈ ഇന്റർഫേസിനകത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട്, നമ്മുടെ ഇതെവിടെയാണോ, കോൺസ്റ്റിറ്റ്യുൻസി എവിടെയാണോ, ഏത് ബൂത്ത് നമ്പർ ആണ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ വരും. അത് അടിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ ഇത്രയും കാര്യങ്ങൾ, കുറെ പേരുകൾ ഇങ്ങനെ ഇതിൽ നമ്മൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ പേരുണ്ടോ എന്ന് നോക്കുക. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ സ്വാഭാവികമായിട്ട് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ ഉണ്ടാവും, അതിലുണ്ടാവും. അപ്പൊ അവരാണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ 2002 വോട്ടർ പട്ടികയിൽ അവസാനം കേരളത്തിൽ പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രമായിരിക്കണം ഇവിടെ ഫില്ല് ചെയ്യണം. എങ്ങനെയാണ് നോക്കുക, ഇവിടെ ആരാണ് വോട്ടറുടെ പേര് എഴുതുക, എന്താണോ പേര് ആ പേര് എഴുതുക. നമ്പർ, എപ്പിക് നമ്പർ, സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഐഡന്റി കാർഡിലുള്ള വോട്ടർ ഐ ഡി കാർഡിലുള്ള നമ്പറാണ്, അത് എഴുതാം. അപ്പം അതേപോലെ തന്നെ ആ സമയത്ത് നമ്മുടെ ഇതിന്റെ അകത്ത് ബന്ധുവിന്റെ പേര്, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പൊ ആ സമയത്ത് ഇപ്പൊ 2002 ഇപ്പൊ ഇതിൽ ആരുടെ ഒരാളാണ് നോക്കുന്നത്, അമ്മക്കുട്ടി എന്ന് പറയുന്ന ഒരാളാണ് നോക്കുന്നത്. അമ്മക്കുട്ടീന്റെ എന്താണ് പിന്നെ റിലേറ്റഡ് പേഴ്സൺ രാമസ്വാമി, റിലേഷൻ പിതാവാണ്. അപ്പൊ ഇവിടെ ബന്ധുവിന്റെ പേര് എന്താ നമ്മൾ അതിന്റെ അകത്ത് എഴുതേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊടുത്ത പേരെന്താണോ രാമസ്വാമി, ലൈക് രാമസ്വാമി, പിന്നെ അതാണ് അവിടെ നമ്മൾ വരിക രാമസ്വാമി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ കണ്ട രാമസ്വാമി എന്നാണ് ആ പേര് എഴുതേണ്ടത്. ബന്ധം എന്താണ് പിതാവ്. അപ്പൊ ഇത് നമ്മൾ ആ എന്താണ് വോട്ടർ പട്ടികയിൽ എന്താണോ ഉള്ളത് അത് കറക്റ്റ് ഇവിടെ ഫില്ല് ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എഴുതുന്നു. ദെൻ അതിനകത്തുള്ള ജില്ല ഏതാന്ന് കൊടുക്കുക. സംസ്ഥാനത്തിന് പേര് കേരളം സ്വാഭാവികമാണ്. നിയമസഭാ മണ്ഡലത്തിന്റെ പേര്, ദെൻ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, ഭാഗം, ക്രമ നമ്പർ. ഇത് മൂന്നും അതിന്റെ അകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്ത് ചെയ്യാം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. അപ്പൊ അത് ഓക്കെ, ഇത് അതിൽ തന്നെ ഉണ്ടാവും. ഏതാണ് ഭാഗ നമ്പർ, പാർട്ട് നമ്പർ 105, പാർസൽ സീരിയൽ നമ്പർ 1. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ദെൻ ഇവിടെ നമ്മൾ ഉള്ളത് മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് 2002 മാത്രം ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു കോളത്തിൽ എഴുതേണ്ടത്. അതില്ലാത്തവര് അവിടെ എഴുതണ്ട. ഇനി നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പിന്നെ ഈ 98-ലും 90-കളിലും 95-ലൊക്കെ ജനിച്ച ആളുകളുണ്ടാവും. ലൈക്ക് 1990, 95, 98, 99 ഇങ്ങനെയുള്ള കാലത്തൊക്കെ ജനിച്ച ആളുകൾ ഉണ്ടാവും. അവര് ചെയ്യേണ്ടത് ഈ തൊട്ടിപ്പുറത്ത് കാണുന്ന ലൈക്ക് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇത് അവര് ഫില്ല് ചെയ്യണ്ട. ഓക്കെ, പകരം അവര് ഫില്ല് ചെയ്യേണ്ടത് ഏതാണ്, പകരം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ഏതായിരിക്കും, നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ലൈക്ക് ഇതാ ഈ കാണുന്നതാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മളെ രക്ഷിതാവിൻ്റെത് ഓൾറെഡി നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും. അത് നേരെ കൊടുന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇപ്പുറത്തേക്ക് എഴുതിയാൽ മതി. അതല്ല അതിനകത്തൊരു കോംപ്ലിക്കേഷൻ നോക്കാം. പേര്, രക്ഷിതാവിന്റെ പേരെന്താണോ മുൻ കേരളത്തിൽ, അപ്പൊ അവരുടെ ബന്ധുവിന്റെ വിശദാംശം അവിടെ കൊടുക്കുന്നത്. ലൈക്ക് ഇപ്പൊ നമ്മളെ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ അവരുടെ പേരാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരാൾ, ഞാൻ ഏതെങ്കിലും ഒരു പേര് എഴുതുന്നു രാമസ്വാമി എന്ന് എഴുതുന്നു. അപ്പൊ എന്താണ് ഓക്കെ, രാമസ്വാമി എന്ന് പറയുന്ന ആളുടെ എപ്പിക് നമ്പർ, ആ എപ്പിക് നമ്പർ നമ്മൾ എന്ത് ചെയ്തു, ബന്ധുവിന്റെ പേര് ഇവരുടേത് എന്താണോ ഉള്ളത്, പിന്നെ ഇവരുടെ ആ സമയത്തുള്ള ഇതിന്റെ അകത്ത് ബന്ധുവിന്റെ പേര് എന്താണോ ആ പേര് എഴുതുന്നു. അവരുമായിട്ട് ബന്ധം, പിതാവാണെങ്കിൽ പിതാവ്, മാതാവാണെങ്കിൽ മാതാവ്, അത് കൊടുക്കുന്നു. ജില്ല അത്. അപ്പൊ നമ്മളെ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു, 2002 ഇപ്പുറത്തുള്ള ഫോം എങ്ങനെയാണോ ഫില്ല് ചെയ്യുക അത് നേരെ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് എഴുതിയാൽ മതി. അല്ലാതെ വേറൊരു പ്രശ്നവും ഇതിന്റെ അകത്തില്ല. അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. അപ്പൊ ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വീഡിയോ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യാവുന്നതാണ്.